Oppo F23 5G. Oppo എന്ന് പറഞ്ഞ ബ്രാൻഡ് കഴിഞ്ഞ ദിവസം ഇറക്കിയ അവരുടെ പുതുപുത്തൻ ഫോണാണിത്. ഈ ഒരു ഫോണിന്റെ അൺബോക്സിംഗും ഇതിന്റെ അഭിപ്രായമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടെക് വിസാറിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആസിഫ്. ഞാൻ ഇന്നത്തെ ടെക് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ 25,000 രൂപയ്ക്കാണ് ഈ ഒരു 8256GB വേരിയന്റ് ആയിട്ടുള്ള F23 5G വരുന്നത്. അപ്പോൾ ഇനി പറയാൻ പോകുന്നതെല്ലാം ഈ ഒരു റേറ്റിനെ ആസ്പദമാക്കിയിട്ടാണ്. അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഡിവൈസ് കിട്ടുന്നുണ്ട്. കൂടാതെ ഒരു കവർ കിട്ടുന്നുണ്ട്. ആ കവറിനകത്ത് നമ്മുടെ ബാക്ക് കവറും കുറച്ച് പേപ്പർ വർക്ക്സും സിം ട്രൈപ്പിനൊക്കെയാണ്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു ഫാസ്റ്റ് ചാർജിങ് ബ്രിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ഡേറ്റ കേബിളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഓവറോൾ നമുക്ക് ഇത്രയുമാണ് ഇതിൻ്റെ പാക്കിംഗ് ആയിട്ട് വരുന്നത്. ഗോൾഡ് എന്നാണ് നമ്മുടെ ഈ ഒരു കളറിൻ്റെ പേര്. അതുപോലെ കൂൾ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ മറ്റൊരു കളറും കിട്ടുന്നുണ്ട്. ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബാക്കിൽ ഒരു ഗോൾഡ് ഫിനിഷ് ആണ് വരുന്നത് ഈ ഒരു വേരിയന്റിനകത്ത്. ബാക്കിൽ നിങ്ങൾക്ക് ക്യാമറ സെറ്റപ്പ് കാണാൻ പറ്റും. അതുപോലെ തന്നെ താഴോട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബ്രാൻഡിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. 192 ഗ്രാമോളം വെയിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 0.82 സെൻറ്റിമീറ്ററോളം തിക്നെസ് വരുന്നുണ്ട്. അത്യാവശ്യം ബൾക്കി ആയിട്ടുള്ള ഒരു ഫോണാണ്. പ്ലാസ്റ്റിക് ബിൽഡിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ആൻഡ് ഓവറോൾ പറയുകയാണെങ്കിൽ അത്യാവശ്യം കാണാനൊക്കെ ഭംഗിയുള്ള ഒരു ഗോൾഡ് ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗോൾഡ് ഡിസൈൻ ഇഷ്ടപ്പെടുമെങ്കിൽ മാത്രം ഗോൾഡ് എടുത്താൽ മതി. അല്ലെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ് ഫിനിഷ് വരുന്നത്. ഇത് ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു പ്രീമിയം ഫീൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് പ്ലാസ്റ്റിക്കിൽ നിന്ന് ബിൽഡ് ചെയ്താന്ന് മനസ്സിലാവും. ആൻഡ് എഡ്ജ് ഒക്കെ വരുന്നുണ്ട്. കയ്യിൽ അത്യാവശ്യം വെയിറ്റ് നമുക്ക് തോന്നിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിൽ ഒരു പഞ്ച് ഹോൾ ക്യാമറ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ആൻഡ് ചിന്നും ബെസൽസും ഒക്കെ നോക്കിയാൽ ആവറേജ് സൈസ് ആണ്. ഭയങ്കര തിൻ അല്ലെങ്കിൽ നല്ല വലുത് അങ്ങനെയൊന്നും പറയാനില്ല. പക്ഷെ നമുക്ക് ചിന്നും ബെസൽസും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാകും. 6.72 ഇഞ്ചിൻ്റെ ഒരു LCD പാനലാണ് ഇതിൽ കിട്ടുന്നത്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. അതുപോലെ 2400x1080 പിക്സൽസ് ആണ് റെസൊല്യൂഷൻ വരുന്നത്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. സിൽക്കി സ്മൂത്ത് എന്നൊക്കെയാണ് ഒരു ടാഗ് ലൈൻ കൊടുത്തേക്കുന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ഒരു ബഡ്ജറ്റിൽ ഇപ്പോഴും LCD ആണ് തരുന്നത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറേ അധികം ബ്രാൻഡ്സ് AMOLED ഒക്കെ തന്നു തുടങ്ങി. അപ്പോൾ അവർക്കത് ഇമ്പോസിബിൾ ഒന്നുമല്ല. മൾട്ടിമീഡിയയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് സ്പീക്കർ ഓഡിയോ കേപ്പബിലിറ്റി നല്ലതാണ്. പക്ഷേ AMOLED സ്ക്രീനിൻ്റെ അത്ര സുഖം ഇതിൽ വരത്തില്ല. ഇനി ഇതിൻ്റെ ചിപ്സെറ്റ് നോക്കുവാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 695 5G ചിപ്സെറ്റ് ആണ്. അതും ഈ ഒരു ബഡ്ജറ്റിൽ നോക്കുവാണെങ്കിൽ ആവറേജ് പെർഫോമൻസ് എന്ന് എനിക്ക് പറയാനുള്ളൂ. നമുക്ക് ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓവറോൾ പെർഫോമൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഡേ ടു ഡേ ലൈഫിലുള്ള പെർഫോമൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ല പ്രോസസ്സറുകൾ പല ബ്രാൻഡ്സ് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോണാണ് നോക്കുന്നതെങ്കിൽ ഇതൊരു ആവറേജ് പെർഫോമൻസ് ആണ് നൽകുന്നത്. സ്റ്റോറേജ് ആൻഡ് റാമിനെ പറ്റി പറയുകയാണെങ്കിൽ 8GB 256GB വേരിയന്റ് ആണ് ഇതിൽ വരുന്നത്. റാം പറയുകയാണെങ്കിൽ LPDDR4X ടൈപ്പ് ആണ്. UFS 2.2 ആണ് ഇതിന്റെ സ്റ്റോറേജ് ടൈപ്പും വരുന്നത്. ഇവർ ഡിമാൻഡ് ചെയ്യുന്നത് 4 വർഷം ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ഡിവൈസിൽ നിന്ന് കിട്ടുന്നതെന്നാണ്. അതേപോലെ തന്നെ 4 വർഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററി ആണെന്നാണ്. 1600 സൈക്കിൾസ് നമുക്ക് ഇതിൽ കിട്ടുന്നൊക്കെ ഇവർ അഷ്യൂർ ചെയ്യുന്നുണ്ട്. ഓവറോൾ ഇതിനെ പറ്റിയുള്ള ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഫോൺ യൂസ് ചെയ്തപ്പോൾ ഒരു റെഡ്മി ഡിവൈസ് യൂസ് ചെയ്ത ഒരു ഫീൽ വന്നായിരുന്നു. അതായത് കണ്ടപ്പോൾ തന്നെ ആ ഒരു ബെസൽ ആ ഒരു ഡിസൈൻ ഞാൻ റെഡ്മി നോട്ട് സീരീസിൽ എവിടെയോ കണ്ടു മറന്നൊരു ഡിസൈൻ പോലെ തോന്നി. അതേപോലെ തന്നെ ഫിംഗർ പ്രിന്റ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അത് നമുക്ക് സൈഡ് മൗണ്ടഡ് ആണ്. ഇതും നമ്മൾ ആ ഒരു കണ്ടുവന്ന ഒരു ഓൾഡ് ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ്. 25,000 രൂപയ്ക്കകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനിങ് തരുന്ന ഒരുപാട് ഫോണുകളുണ്ട്. ഇതിലിപ്പോഴും സൈഡ് മൗണ്ടഡ് ആണ്. എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. AMOLED ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും ഇതിലില്ല. ഇനി ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് ഈ ബാറ്ററിയുടെ കപ്പാസിറ്റിയാണ്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി തരുന്നുണ്ട്. കൂടെ നമുക്ക് 67 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് നൽകുന്നുണ്ട്. 5000 mAh 67 വാട്ട്സും നല്ലൊരു കോമ്പിനേഷൻ ആണ്. നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് യൂസ്ഫുൾ ആണ്. ഇതിന്റെ OS നോക്കുവാണെങ്കിൽ Android 13 ബേസ് ചെയ്തിട്ടുള്ള കളർ OS 13 ആണ്. കളർ OSനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ വിവോയുടെ കേസിൽ പറഞ്ഞ പോലെ തന്നെയാണ്. കുറച്ചുകൂടി ബെറ്റർ ആക്കി വരുന്നുണ്ട്. പക്ഷേ എനിക്ക് MIUI ആയിട്ടൊക്കെ കുറേ സിമിലാരിറ്റി ഇതിന്റെ നോട്ടിഫിക്കേഷൻ ടോഗിളിലും ഓവറോൾ തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഈ ഫോണിലൊക്കെ ഒരുപാട് ബ്ലോട്ട്വെയർസ് വരുന്നുണ്ട്. ഇതിലും വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ്. ഞാൻ ഈ വിവോയുടെയും ഓപ്പോയുടെയും OSന്റെ ഒരു ഫാൻ അല്ല. സ്നാപ്ഡ്രാഗൺ 695 എന്ന് പറയുന്ന ഒരു 5G ചിപ്സെറ്റ് ആണ്. 9 5G ബാൻഡ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. 64 മെഗാ മെയിൻ ക്യാമറയും 2 മെഗാ ഡെപ്ത് സെൻസറും അതുപോലെ 2 മെഗാ ഒരു മാക്രോസ്കോപ്പിക് ക്യാമറയാണ് വന്നേക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു ബഡ്ജറ്റിൽ ഒരു അൾട്രാ വൈഡ് ഒരു ടെലിഫോട്ടോ ഒക്കെ വേണ്ട ഒരു ബഡ്ജറ്റാണ്. ഇതിൽ അൾട്രാ വൈഡ് പോലും കൊടുത്തിട്ടില്ല. അതൊരു ഡേ ടു ഡേ ലൈഫിൽ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ആവും. പക്ഷേ ഇതിൽ നമുക്കൊരു മൈക്രോ ലെൻസ് വരുന്നുണ്ട്. മൈക്രോ ലെൻസിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ടു ബി ഫ്രാങ്ക് അടിപൊളിയാണ്. നമുക്ക് നല്ല രീതിയിലുള്ള മൈക്രോസ്കോപ്പിക് വിഷ്വൽസ് എടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ ഓരോ പ്രതലത്തിലും നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആവുന്ന ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പക്ഷേ അത് ഡേ ടു ഡേ ലൈഫിൽ എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയത്തില്ല. വീഡിയോഗ്രാഫിയുടെ കാര്യം പറയുകയാണെങ്കിൽ 1080p മാത്രമാണ് നമുക്ക് ഇതിൽ മാക്സിമം റെസൊല്യൂഷൻ എടുക്കാൻ പറ്റുന്നത്. ചില ഫോണുകളിലൊക്കെ നമുക്ക് 4K കിട്ടുന്നുണ്ട്, 4K 30fps കിട്ടുന്നുണ്ട്. ഇതിന് നമുക്ക് 1080p മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ആവറേജ് ആയിട്ടുള്ള വീഡിയോഗ്രാഫി എക്സ്പീരിയൻസും ആവറേജ് ഫോട്ടോഗ്രാഫി എക്സ്പീരിയൻസും ആണ്. അപ്പോൾ ഈ കണ്ട ക്യാമറ സാമ്പിൾസിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു ക്യാമറയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ തീരുമാനിച്ചത്. 25,000 രൂപ നിങ്ങൾ മേശപ്പുറത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ ഒരു ഡിവൈസ് അല്ല ഈ ഒരു F23 5G എന്ന് പറയുന്നത്. കാരണം മാർക്കറ്റിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കുറേ അധികം ഡിവൈസുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതിൻ്റെ കാലത്ത് കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.